A20 EE301 Power Generation Transmission Protection S599. അതിൽ സെക്കൻഡ് മൊഡ്യൂളിലെ 5th ലെക്ചർ സീരീസ് ആണ്. അത് പെർഫോമൻസ് ഓഫ് ട്രാൻസ്മിഷൻ ലൈനിന്റെ മീഡിയം ട്രാൻസ്മിഷൻ ലൈനാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. ടോപ്പിക്സ് ഇവിടെ കവർ ചെയ്യുന്നത് മീഡിയം ട്രാൻസ്മിഷൻ ലൈൻ, അതിന്റെ 3 ഡിഫറെന്റ് ടൈപ്പ് എൻഡ് കണ്ടക്ടർ മെത്തേഡ്, നോമിനൽ ടി മെത്തേഡ്, നോമിനൽ പൈ മെത്തേഡ്. നെക്സ്റ്റ് മീഡിയം ട്രാൻസ്മിഷൻ ലൈൻസ്. ഓക്കെ, നമ്മൾ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൽ എഫക്റ്റ് ഓഫ് ലൈൻ കപ്പാസിറ്റൻസ് നെഗ്ലക്റ്റ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞു ലൈൻസ് ഹാവ് സ്മോളർ ലെങ്ത്, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് പവർ റിലേറ്റീവ്ലി ലോ വോൾട്ടേജ്, അതായത് ലെസ് ദാൻ 20 കിലോ വോൾട്ട് ഉള്ളതിന് നമ്മൾ എന്ത് ചെയ്യും, കപ്പാസിറ്റൻസ് നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ ദിസ് കേസ് നമുക്ക് എന്ത് വേണം, ലെങ്ത്തും വോൾട്ടേജും ഇൻക്രീസ് ചെയ്യാണ് മീഡിയം ആയതുകൊണ്ട്. അപ്പോൾ ഗ്രാജുവലി കപ്പാസിറ്റൻസും നമുക്ക് എന്തുണ്ട്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ വരും. അപ്പോൾ അങ്ങനത്തെ 2-3 പോയിന്റ്സ് ഞാനിതിൽ എഴുതിയിട്ട് നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കപ്പാസിറ്റൻസ് വേണമെന്നുണ്ട്. ഫോർ മോർ ആക്യുറസി ലൈൻ കപ്പാസിറ്റൻസ് മസ്റ്റ് ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. അപ്പോൾ നമ്മൾ ഷോർട്ട് ലൈനിന് നമ്മൾ കപ്പാസിറ്റൻസ് നോക്കേണ്ട പറയുന്നു. പക്ഷേ മീഡിയം ലൈൻ ആകുമ്പോൾ, മീഡിയം ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 to 150 കിലോമീറ്റർ ആണ് നമ്മൾ റേഞ്ച് പറയുന്നത്. അതുപോലെ 20 കിലോ വോൾട്ടിനെക്കാട്ടും ഗ്രേറ്റർ ആണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും, ലൈൻ കപ്പാസിറ്റൻസ് ഉണ്ടാവും. ഫോർ മോർ ആക്യുറസി ലൈൻ കപ്പാസിറ്റൻസ് മസ്റ്റ് ബി taken into consideration. The capacitance is uniformly distributed over the entire length of the line. Capacitance uniformly distributed ആയിരിക്കും. പക്ഷേ in order to make calculation simple, the line capacitance is assumed to be lumped or concentrated in the form of capacitors shunted across the line at one or more points. അപ്പോൾ നമ്മളുടെ കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് പകരം എന്ത് ചെയ്യും, നമ്മൾ ഒരു ഏതെങ്കിലും ഒരു ഏരിയയിൽ ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും, ഷണ്ട് ചെയ്തിട്ട് കപ്പാസിറ്റർ യൂസ് ചെയ്യും. Such a treatment of localizing line capacitance gives reasonably accurate result. റീസണബിളി നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് കാരണം കൊണ്ട് എന്തായിരിക്കും, ലോക്കലൈസ് ചെയ്തിട്ട്, അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ കപ്പാസിറ്റൻസ് കോൺസെൻട്രേറ്റ് ചെയ്യും അല്ലെങ്കിൽ ലംബ് ചെയ്ത് വെക്കും. ഓക്കെ, അത് റീസണബിളി ആക്യുറേറ്റ് റിസൾട്ട് ആയിരിക്കും. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെത്തേഡ് നോൺ ആസ് ലോക്കലൈസ്ഡ് കപ്പാസിറ്റൻസ് മെത്തേഡ് ഫോർ ദ സൊല്യൂഷൻ ഓഫ് മീഡിയം ട്രാൻസ്മിഷൻ ലൈൻസ് ആർ 3 മെത്തേഡാണ്. എൻഡ് കണ്ടൻസർ മെത്തേഡ്, നോമിനൽ ടി മെത്തേഡ്, നോമിനൽ പൈ മെത്തേഡ്. ഇനി നമുക്ക് എൻഡ് കണ്ടൻസർ മെത്തേഡ് എന്താണെന്നുള്ളത് നോക്കാം. സോ കപ്പാസിറ്റൻസ് ഓഫ് ദ ലൈൻ ഈസ് ലംബ്ഡ് ഓർ കോൺസെൻട്രേറ്റഡ് അറ്റ് ദ റിസീവിംഗ് ഓർ ലോഡ് എൻഡ്, അതായത് റിസീവിംഗ് അല്ലെങ്കിൽ ലോഡ് എൻഡ് ആയിട്ട്, റിസീവിംഗ് ആയിട്ടുള്ള ലോഡ് എൻഡ് ആയിട്ട് എന്ത് ചെയ്യും, ഇവിടെ ലംബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദിസ് മെത്തേഡ് ഓഫ് ലോക്കലൈസിംഗ് ദ ലൈൻ കപ്പാസിറ്റൻസ് അറ്റ് ദ ലോഡ് എൻഡ് ഓവർ എസ്റ്റിമേറ്റ്സ് ദ എഫക്ട് ഓഫ് കപ്പാസിറ്റൻസ്. ഇവിടെ ഈ മെത്തേഡ് നമുക്കൊരു കാര്യം പറയാൻ പറ്റും, ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും, എഫക്ട് ഓഫ് കപ്പാസിറ്റൻസ് ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും. ഇനി നമ്മൾ ഈ ഫിഗറിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ 3 ഫേസിൻ്റെയാണ് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ പോലും സിംഗിൾ ഫേസിൻ്റെയാണ് നമ്മളായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഫേസ് ടു ന്യൂട്രൽ, അതായത് ഒരു ഫേസ് ലൈൻ. എന്താ ഫേസ് വോൾട്ടേജ് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ വോൾട്ടേജ് അക്രോസ് എ ഫേസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ലൈനും ന്യൂട്രലും തമ്മിലുള്ള 2 ലൈന് തമ്മിലുള്ള വോൾട്ടേജിനാണ് നമ്മൾ എന്ത് പറയാം, ലൈൻ വോൾട്ടേജ് പറയാം. അപ്പോൾ നമ്മൾക്ക് ലൈൻ ടു ലൈൻ വാല്യൂ എടുക്കുന്നതിനെക്കാട്ടും നമുക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആണ് ഏത്, ഫേസ് വോൾട്ടേജ് എടുക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടുത്തെ ആർ എന്താണ്, റെസിസ്റ്റൻസ് ആണ് അല്ലേ, റെസിസ്റ്റൻസ് പെർ ഫേസ്. എക്സൽ എന്താണ്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് പെർ ഫേസ്. IR എന്താണ്, ലോഡ് കറണ്ട് പെർ ഫേസ്. VS എന്താണ്, സെൻഡിങ് എൻഡ് വോൾട്ടേജ്. C കപ്പാസിറ്റൻസ് പെർ ഫേസ്. VR ഇസ് ദ റിസീവിങ് എൻഡ് വോൾട്ടേജ്. cos phi r റിസീവിങ് എൻഡ് പവർ ഫാക്ടർ. ഇത്രയും ഞാനിപ്പോൾ ഇതിൽ എന്ത് ചെയ്യാൻ പോവാണ്, എഴുതാൻ പോവാണ്. ഓക്കെ, സോ we can say that in figure, one phase of the 3-phase transmission line is shown as it is more convenient to work in phase instead of line to line values. ഞാൻ പറഞ്ഞത് എഴുതിയത് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചോളൂ. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ IR ഇസിക്കൽ ലോഡ് കറണ്ട് പെർ ഫേസ് എഴുതി, R ഇസിക്കൽ റെസിസ്റ്റൻസ് പെർ ഫേസ് എഴുതി, XL ഇസിക്കൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് പെർ ഫേസ് എഴുതി, C is the capacitance per phase, cos phi r is the receiving and power factor that is lagging, VS is the sending and voltage per phase. സോ ഫേസർ ഡയഗ്രാം കറസ്പോണ്ടിങ്. ഇനി ഞാൻ പറയണത് നിങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. നമ്മൾ റെഫറൻസ് വെക്ടറായിട്ട് ഏതെടുത്തത്, ദിസ് ഈസ് ദ റെഫറൻസ് വെക്ടർ. എന്നിട്ട് എന്താണ്, വി ക്യാൻ സേ ദാറ്റ് ദ ലോഡ് കറണ്ട് IR ലാഗ്സ് ബിഹൈൻഡ് VR, അതായത് ലോഡ് കറണ്ട് IR ലാഗ്സ് ബിഹൈൻഡ് VR ബൈ ആൻ ആംഗിൾ phi r. ഓക്കെ, അപ്പോൾ അത് എഴുതി വെക്കണോട്ടെ, ഞാൻ അതിൽ എഴുതില്ല. ഇനി എന്താണ്, ദ കപ്പാസിറ്റീവ് കറണ്ട് IC, this is the capacitive current IC. Okay,
ദിസ് ലീഡ്സ് വി ആർ ബൈ 90 ഡിഗ്രി. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഈ ലീഡ് ചെയ്തത് നേരെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ വരച്ചു വെച്ചു. ഓക്കെ. ഇനി എന്താണ് നമുക്കിതിൽ പറയാനുള്ളത്? അപ്പോൾ നമുക്ക് ഇനി എന്താണ്, റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്താണ്, ISR ആണ്. അപ്പോൾ എന്താണ്, ഈ പറയുന്ന IRൻ്റെയും ICയുടെയും റിസൾട്ടൻ്റ് ആണ് ആര്, IS. അപ്പോൾ ഈ IS × R എന്ത് ചെയ്തു, അവിടെ എഴുതി. ഇതിന് 90 ഡിഗ്രി ആയിരിക്കും എന്ത് വരിക, ഇൻഡക്റ്റീവ് റിയാക്ടൻസിന് അക്രോസ് വരിക. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടിനാണ് എന്ത് വരുന്നത്, ഇമ്പിഡൻസ് IS × Z. ഓക്കെ. ഇമ്പിഡൻസ് XLൻ്റെയും Rൻ്റെയും റിസൾട്ടൻ്റ് Z × I ആകുമ്പോൾ IZ. അപ്പോൾ ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ്, ഇതിൻ്റെ എൻ്റെയർ വോൾട്ടേജ് ഡ്രോപ്പാണ് ആര് വരുന്നത്, VS വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ IR വന്നു, ഒപ്പം IC വന്നുകൊണ്ട് IRനെ മറ്റേ നമ്മൾ ആ വരുന്ന റിസീവിങ് എൻഡ് കറണ്ടും സെൻഡിങ് എൻഡ് കറണ്ടും സെയിം ആയിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IR എന്നാണ്ട് എഴുതിയാൽ മതിയായിരുന്നു നമ്മൾക്ക് അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ്. പക്ഷെ ഇവിടെ എന്താണ്, IRൻ്റെയും ICയുടെയും റിസൾട്ടൻ്റ് എടുത്തിട്ട് IS കണ്ടു. ഓക്കെ. അതാണ് പിന്നെ നമ്മളുടെ കറണ്ട്. ആ കറണ്ട് വെച്ചിട്ടാണ് ബാക്കി ചെയ്യുന്നത്. ഇത്ര മാത്രമേ ഇവിടെ ഡിഫറൻസ് ഉള്ളൂ. നൗ നമ്മൾ എന്താണ്, VR റെഫറൻസ് ആയിട്ട് എടുത്തു, റെഫറൻസ് ഫേസ് ആയിട്ട്. സോ വി ഹാവ് VR = VR + J0. നൗ വാട്ട് അബൌട്ട് ലോഡ് കറണ്ട്? ഇറ്റ് ഈസ് IR = IR × വെക്ടർ IR = IR × cos phi r minus J sin phi. Now capacitor current, this IC is nothing but JVR vector VR omega C, where omega എന്താണ് 2πf ആണ്. അപ്പോൾ J 2πf C × vector VR. Now sending end current IS is the phasor sum. ഇവിടെ നോക്ക്, sending current IS is the phasor sum of IR and IC. Vector IS = phasor sum of vector IR and vector IC. അപ്പോൾ അതിവിടെ എഴുതി, vector IS = vector IR + vector IC. ഓക്കെ. ഇനി വെക്ടർ IR നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് IR cos phi r minus J sin phi r. IC നമ്മൾ എഴുതിയിട്ടുണ്ട് J 2πf C × വെക്ടർ VR. വെക്ടർ VR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫറൻസ് വെക്ടർ നമ്മളെടുത്ത് VR + J0 ആണ്. അപ്പോൾ അവിടെ ജസ്റ്റ് VR എഴുതി. ഓക്കെ. അപ്പോൾ ഇതിന് എന്ത് ചെയ്തു, IR × cos phi r എഴുതി. ഇവിടെ എന്ത് ചെയ്തു, ഈ Jനെ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് എന്ത് ചെയ്തു, മൈനസ് IR sin phi r, പിന്നെന്താണ് 2πf C × VR. നെക്സ്റ്റ് വോൾട്ടേജ് ഡ്രോപ്പ് പെർ ഫേസ്. വോൾട്ടേജ് ഡ്രോപ്പ് പെർ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് വെക്ടർ IS × വെക്ടർ Z, ദാറ്റ് ഈസ് വെക്ടർ IS × R + JXL. നൗ വി ആർ മൂവിങ് ടു സെൻഡിങ് എൻഡ് വോൾട്ടേജ്. സെൻഡിങ് എൻഡ് വോൾട്ടേജ് ഇവിടെ നോക്കി നോക്കിയേ, VS = വെക്ടർ VS = ഫേസർ സം ഓഫ് VS = വെക്ടർ VR + വെക്ടർ IS Z. അത് നമ്മളിവിടെ എഴുതി. ഇനി Z നമ്മളിവിടെ നേരത്തെ എഴുതിയിട്ടുണ്ട് R + JXL. ഇത്രയും നമ്മൾ എഴുതി. നൗ സെൻഡിങ് എൻഡ് വോൾട്ടേജ് നമ്മൾ എന്താണെന്ന് പറഞ്ഞു. ദസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സെൻഡിങ് എൻഡ് വോൾട്ടേജ് VS ക്യാൻ ബി കാൽക്കുലേറ്റഡ്. നമുക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ഒരു പ്രശ്നമില്ല, നമുക്കറിയണ കാര്യമാണ്. Therefore voltage regulation is VS minus VR by VR into 100, or percentage voltage transmission efficiency is power delivered per phase, that is output per phase എന്ന് പറഞ്ഞാൽ നമ്മൾ power delivered per phase divided by power delivered per phase plus losses per phase into 100. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ. ഇൻപുട്ട് പവറിനെ നമുക്ക് എന്ത് പറയാം, ഔട്ട്പുട്ട് പവർ പ്ലസ് ലോസസ് പറയാം. അതേപോലെ പവർ ഡെലിവേർഡ് പെർ ഫേസ് ഡിവൈഡ് ബൈ പവർ ഡെലിവേർഡ് പെർ ഫേസ് പ്ലസ് ലോസസ് പെർ ഫേസ് ഇൻറ്റു 100. അപ്പോൾ നമ്മൾ എഴുതി VR IR cos phi r പവർ ഔട്ട്പുട്ട്, അത് ഇവിടെ എഴുതി പ്ലസ് IS² R. കാരണം എന്താണ്, ICയും IRും കൂടിയിട്ടുള്ള വെക്ടർ സമ്മിൻ്റെ ഉത്തരമാണ് എന്ത്, IS² R. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻ, ഓൾദോ എൻഡ് കണ്ടൻസർ കപ്പാസിറ്റർ ഓഫ് ദ സൊല്യൂഷൻ ഓഫ് മീഡിയം ലൈൻസ് ഈസ് സിമ്പിൾ ടു വർക്ക്ഔട്ട്. ഇത് സിമ്പിളാണ് നമുക്ക് കാൽക്കുലേഷൻ ഒക്കെ, ബട്ട് yet it has the following drawbacks. എന്തൊക്കെയാണ്, there is a considerable error. ഇതിലൊരു കൺസിഡറബിൾ എറർ ഉണ്ട്, ദാറ്റ് ഈസ് അബൌട്ട് 10% ഇൻ കാൽക്കുലേഷൻ. 10% കാൽക്കുലേഷനിൽ 10% ഉണ്ട്, ബിക്കോസ് ദ ഡിസ്ട്രിബ്യൂട്ടഡ് കപ്പാസിറ്റൻസ് ഹാസ് ബീൻ അസ്യൂംഡ് ടു ബി ലംപ്ഡ് ഓർ കോൺസ്റ്റന്റ്. അതിനുള്ള റീസൺ എന്താ വെച്ചാൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് കപ്പാസിറ്റൻസ് ആണ് ശരിക്ക്, പക്ഷെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്, അത് ലംബ്ഡ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ഒറ്റ സെക്ഷൻ ആക്കിയിട്ടുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. ദിസ് മെത്തേഡ് ഓവർ എസ്റ്റിമേറ്റ്സ് ദ എഫക്ട്സ് ഓഫ് ദ ലൈൻ കപ്പാസിറ്റൻസ്. ഈ മെത്തേഡിൽ എന്ത് ചെയ്യും, എഫക്ട്സ് ഓഫ് ലൈൻസ് ഓഫ് ദ കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും, ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് രണ്ട് ഡ്രോബാക്ക് ഇതിലുള്ളത്. നൗ നോമിനൽ T മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ കപ്പാസിറ്റൻസ് ആ എൻഡിൽ കണക്ട് ചെയ്തതിന് പകരം മിഡിൽ കണക്ട് ചെയ്യും.
ഓക്കെ, ഇങ്ങനെ മിഡിൽ കണക്ട് ചെയ്യും, അതായത് ഹാഫിൽ കണക്ട് ചെയ്യും. ഹാഫിൽ കണക്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് പകുതി റെസിസ്റ്റൻസും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും വെച്ചിട്ട് എന്ത് ചെയ്യും, ലംപ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. ഹോൾ ദ ലൈൻ കപ്പാസിറ്റൻസ് ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ് അറ്റ് ദ മിഡിൽ പോയിന്റ് ഓഫ് ദ ലൈൻ ആൻഡ് ഹാഫ് ദ ലൈൻ റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആർ ലംപ്ഡ് ഓൺ ഇറ്റ്സ് ഈതർ സൈഡ്. ഏതെങ്കിലും ഒരു സൈഡിൽ ചെയ്യും. Therefore, in this arrangement, full charging current flows over half the line. അപ്പോൾ ഫുൾ ചാർജിങ് കറണ്ട് ഒരു ഓവർ ഹാഫ് ലൈനിൽ എന്ത് ചെയ്യും, ഇത് റൊട്ടേറ്റ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ഇനി നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇതിൽ എഴുതുന്നില്ല, നമ്മളിവിടെ എന്താ ചെയ്തിരിക്കുന്നത്, ലൈൻ ടു ന്യൂട്രലാണ് എടുത്തുള്ളത്, അതായത് ഒരു ഫേസിലാണ് എടുത്തുള്ളത്. ലൈൻ ടു ലൈൻ വോൾട്ടേജിനെക്കാട്ടും നമുക്ക് എന്താണ് വാല്യൂസ് കണ്ടുപിടിക്കാൻ മോർ അഡ്വാൻറ്റേജസ് എങ്ങനെ എടുക്കുമ്പോഴാണ് ലൈൻ ടു ന്യൂട്രൽ അല്ലെങ്കിൽ ഫേസ് എടുക്കുമ്പോൾ. ഇനി നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഈ പറയുന്ന ISB എന്താണ് നമ്മളുടെ കറണ്ട്, IR, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ എഴുതാൻ പോവാണ്. നൗ ലെറ്റ് IR be the load current per phase, R be the resistance per phase, XL is the inductive reactance per phase, C capacitance per phase, cos phi R receiving and power factor lagging, VS is the sending end voltage per phase, and V1 is the voltage across the capacitor. ഇത്രയൊക്കെ അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഫേസർ ഡയഗ്രാം എന്താണെന്നുള്ളത് കാണിക്കുകയും ചെയ്യും. ബാക്കി ഫേസർ ഡയഗ്രത്തിൽ നമുക്ക് ഇതിൻ്റെ ഫേസർ ഡയഗ്രാം വന്നത് എങ്ങനെയാണെന്ന് പറയും, അതും നമ്മൾ നോക്കുക. നൗ ദ ഫേസർ ഡയഗ്രാം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്താണ് VR എന്താണ്, VR is the reference phasor that is represented as OA. ഇനി എന്താണ്, the load current IR lags behind the VR by angle phi R. Okay, the drop AB that is എന്താണ് IR into R by 2. IR into R by 2 എങ്ങനെയായിരിക്കും, ഈ കാണുന്നതാണ് IR into R by 2 is in phase with IR. And BC, എവിടെ BC, എവിടെ BC, it is IR XL by 2. This is IR XL by 2. ഇതാണ് അതിൻ്റെ റിസൾട്ടൻ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്, നമ്മൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും വരച്ചു, ഇതേ വരെ വരച്ചു. ഇനി എന്താണ്, സിക്ക് അക്രോസ് ഉള്ള V1 ഉണ്ട്, അതാണ് ഇനി അടുത്ത് വരക്കാൻ പോകുന്നത്. ഇനി എങ്ങനെയാണ്, ദ ഫേസർ OC represents ഈ ഫേസർ OC represents the voltage V1. ഇനി എന്താണ്, V1 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇതേവരെയുള്ള വരച്ചു, അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്തു, VR റെഫറൻസ് വെക്ടർ ആയിട്ട് എടുത്തെങ്കിൽ പോലും IR ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ IR എന്ത് വന്നു, ഇവിടെ VR റെഫറൻസ് വെക്ടർ ആയിട്ട് എടുത്ത് വിചാരിക്കുക. VR റെഫറൻസ് വെക്ടർ എടുത്തു കഴിഞ്ഞാൽ IR ലാഗ് ചെയ്ത് വരച്ചു. എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞു, ഈ പറയുന്ന പിന്നെ എന്താണ് പറയുക, I into R by 2ൻ്റെ ഇത് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, I into XL by 2 90 ഡിഗ്രി. അത് കഴിഞ്ഞിട്ട് V1ൻ്റെ അവിടേക്ക് എത്തിയപ്പോൾ എന്തായി, ഇതിൻ്റെ മൊത്തം റിസൾട്ടൻ്റാണ് ഇപ്പോൾ വരച്ചത്. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ എന്താണ് IS കാണണം. IS പറഞ്ഞാൽ എന്താ, ശരിക്കും വെക്റ്റർ സം ഓഫ് IC ആൻഡ് IR ആണ് അല്ലേ. അപ്പോൾ അത് വരച്ചിട്ട് അതിൻ്റെ റിസൾട്ടൻ്റ് വരും. ഇനി ഇതാ നമ്മൾ ഇവിടെ നോക്കുക, IS ആണ് വേണ്ടത്. IS എന്ന് പറഞ്ഞ സാധനത, ഈ IS എന്ന് പറഞ്ഞാൽ എന്താണ്, വെക്റ്റർ സം ഓഫ് IC ആൻഡ് IR ആണ്. അപ്പോൾ ഇനി ആ IS വെച്ചിട്ടുള്ള റെസിസ്റ്റൻസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്, IS into R by 2. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ കാണുന്നിടത്തേക്ക് എത്തി, റിസീവിങ് എൻഡ് തൊട്ടിട്ട് സെൻഡിങ് എൻഡിൻ്റെ അവിടേക്ക് എത്തി. ഇതിന് 90 ഡിഗ്രി ആയിരിക്കും എന്ത്, IS XL by 2. ഇതിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും ഇത്. അപ്പോൾ നമ്മളുടെ VS പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, ഇവിടേക്ക് എത്തി. നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഇത് എഴുതാണ്, റിസീവിങ് എൻഡ് വോൾട്ടേജ് VR = VR plus J0 റെഫറൻസ് വെക്ടറായിട്ട് നമ്മളെടുത്തു. ലോഡ് കറണ്ട് നമുക്കറിയാം, വെക്ടർ IR = IR into cos phi R minus J sin phi R. വോൾട്ടേജ് അക്രോസ് C1, അതായത് വോൾട്ടേജ് അക്രോസ് C1 എന്ന് പറഞ്ഞാൽ എന്താണ്, V1 ആണ്. അപ്പോൾ ഈ V1 ഉള്ള വെക്ടർ സമ്മാണ് എഴുതാൻ VR plus IR Z by 2. അതാണ് ഇവിടെ V1 എവിടെ, V1 = VR plus IR Z by 2. നമുക്കെങ്കിൽ ഇതായിട്ട് കാണിച്ചു തരാം. V1 = VR plus IR Z by 2.
അതിൽ നമ്മൾ IR ഓൾറെഡി വെക്റ്റർ IR ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ ഇട്ടു. Z/2ൻ്റെ നമുക്കറിയാം R/2 JXL/2 അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ എഴുതാം. കപ്പാസിറ്റീവ് കറണ്ട് വെക്റ്റർ IC = J ω/C വെക്റ്റർ V1 ഒമേഗയ്ക്ക് 2πf ഇട്ട് കൊടുത്തു. സെൻഡിങ് എൻഡ് കറണ്ട് IS = IR + IC വെക്റ്റർ IR ഫേസർ സം ഓഫ് IR ആൻഡ് IC. സെൻഡിങ് എൻഡ് വോൾട്ടേജ് VS എന്ന് പറഞ്ഞാൽ എന്താണ് V1 + IS Z. അപ്പോൾ ഈ VS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ നോക്കി എഴുതാം. ദിസ് VS ഈസ് V1 + IS Z/2. V1 നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇത് കണ്ടോ V1 കണ്ടുപിടിച്ചു. അപ്പോൾ അത് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇനി അതേപോലെ തന്നെ പെർസെൻറ്റേജ് വോൾട്ടേജും ഇതൊക്കെ വരുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനൽ പൈ മെത്തേഡാണ്. നോമിനൽ പൈ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് ഇപ്പോൾ ഇൻഡക്ടറിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും അപ്പുറപ്പുറമായിട്ട്, അതായത് സെൻഡിങ് എൻഡും റിസീവ് എൻഡിങ്ങിലായിട്ട് എന്ത് ചെയ്യും, C എന്നുള്ള കപ്പാസിറ്റർ ഹാഫായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും എന്ത് ചെയ്യും വെക്കും. അതാണ് ഈ പൈ മെത്തേഡ്. ഇനി കപ്പാസിറ്റൻസ് എടുത്താൽ സെൻഡിങ് എൻഡ് ഹാസ് നോ എഫക്റ്റ്. ഈ കപ്പാസിറ്റൻസ് സെൻഡിങ് എൻഡിൽ ഒരു എഫക്റ്റ് ഒന്നുമില്ല ലൈൻ ഡ്രോപ്പിൽ. പക്ഷേ നമ്മളുടെ ബോത്ത് ഇറ്റ്സ് ചാർജിങ് കറണ്ട് മസ്റ്റ് ബി ആഡഡ് ടു ലൈൻ കറണ്ട്. ബട്ട് ഇറ്റ്സ് ചാർജിങ് കറണ്ട്, ഇതിൻ്റെ ചാർജിങ് കറണ്ട് എന്ത് ചെയ്യും, ലൈൻ കറണ്ടുമായിട്ട് ആഡ് ചെയ്യണം. അത് എന്തിനാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ ദ ടോട്ടൽ സെൻഡിങ് എൻഡ് കറണ്ട്. കാരണം ഇവിടെ നോക്കി നോക്കിയാൽ ഈ IS വന്ന IC2 പറഞ്ഞൊരു കറണ്ടിൽ കൂടെ പോകും, കപ്പാസിറ്ററിൽ കൂടെ പോകും. അപ്പോൾ ഈ ടോട്ടൽ IS കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ കപ്പാസിറ്റൻസിൻ്റെ ഇത് കൺസിഡർ ചെയ്യണം. ഓക്കെ, നേരത്തെ പോലെ ലെറ്റ് IR = ലോഡ് കറണ്ട് പെർ ഫേസ്, R is the resistance per phase, XL is the inductive reactance per phase, C is the capacitance per phase, cos phi R is the receiving end power factor, അത് ലാഗിങ് ആണ്. VS is the sending end voltage per phase. ഫേസർ ഡയഗ്രത്തിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പോലെ എന്ത് ചെയ്തു, VR is taken as the reference vector, അതിന് O എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്താണ്, IR lags behind an angle, this is the IR lags behind an angle എന്ത് വന്നു, phi R വന്നു. ഇനി ചാർജിങ് കറണ്ട് IC1 ലീഡ്സ് VR. ഈ VRൻ്റെ ഇവിടെ വെക്കുന്നതിന് പകരം ഇതിൽ വെക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ വെച്ചു ലീഡ്സ് IC1 ഓക്കെ ബൈ 90 degree. Therefore, the line current IL is the phasor sum of, line current IL എന്ന് പറഞ്ഞാൽ എന്താണ്, it is the phasor sum of this IR and this IC1. Okay, therefore, voltage drop AB is equal to ILR is in phase with this, ILR is in phase, this phase with. Okay, ഇതിൻ്റെ കളർ ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ കുറച്ചും കൂടി നോക്കാം. ഓക്കെ, ഈ ILR, one second, ഈ ILR എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ ഇത് ഏതിന് ഇതാണ്, ഈ ILന് പാരലായിട്ട് എന്ത് ചെയ്യും, വരക്കും. ഓക്കെ, ഇനി ILXL എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന് 90 ഡിഗ്രിയാണ്, അതിൻ്റെ റിസൾട്ടൻ്റ് ആണ് എന്ത്, VS. ഇനി നമുക്ക് അവിടെ ഒരു ചാർജിങ് കറണ്ട് IC2 ഉണ്ട്. ദ ചാർജിങ് കറണ്ട് IC2 ലീഡ്സ് VS. ഈ VSനെ ചാർജിങ് കറണ്ട് IC2 എന്ത് ചെയ്യും, ലീഡ് ചെയ്യും. അതിൻ്റെ റിസൾട്ടൻ്റ് ആണ് എന്ത്, IS. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വന്നപ്പോൾ തന്നെ ഒരു കപ്പാസിറ്റർ വെച്ചു അല്ലേ. അപ്പോൾ ഈ വരുന്ന ISൽ നിന്ന് ഈ കറണ്ട് വരുന്നത് നേരെ ഇങ്ങോട്ട് പോണതാണ് എന്ത്, IC2 അല്ലേ. ഇങ്ങനെ പോയി പിന്നെ ഇവിടേക്ക് വരുന്നതാണ് എന്ത് വരുന്നത്, IC1 റിസീവിങ് എൻഡിലാണ് വരുന്നത്. അത് നിങ്ങൾക്ക് ഇനി ഒന്ന് ബാക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം. Now VR is taken as reference, therefore VR plus J0 load current നമുക്ക് നേരത്തെ അറിയാം, IR = IR into cos phi R minus J sin phi R. ചാർജിങ് കറണ്ട് അറ്റ് ലോഡ് എൻ്റെ നമുക്കറിയാം, IC1 = J omega into Cക്ക് പകരം ഇവിടെ എന്ത് വരും, C/2 വരും, ഹാഫേ ഉള്ളൂ ഇൻറ്റു VR. അപ്പോൾ അവിടെ ഒമേഗയ്ക്ക് 2πf കൊടുക്കുമ്പോൾ 2 ഇൻറ്റു കട്ടായി പോയി. ഓക്കെ, ലൈൻ കറണ്ട് IL എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് IR plus IC1 അല്ലേ. ലൈൻ കറണ്ട് IL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവിങ് എൻഡിലത്തെ കറണ്ടും പ്ലസ് കപ്പാസിറ്റർ 1ൽ കൂടെ പോകുന്ന കറണ്ടും. അതെവിടെയെന്ന് കാണിച്ചു തരാം. ഇതുണ്ട്, ഈ വരുന്ന കറണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ IC1ൽ കൂടെ പോകണം, IRൽ കൂടെ, അപ്പോൾ അതിൻ്റെ ഫേസർ സം ആണ്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇനി സെൻഡിങ് ആൻഡ് വോൾട്ടേജ് VS എന്താണ്, സെൻഡിങ് ആൻഡ് വോൾട്ടേജ് ഇവിടെ VS എന്താണുള്ളത്, VR plus ILZ അല്ലേ. ILZും ഇതാണുള്ളത്, അത് എഴുതി. Z എന്താണെന്ന് നമുക്കറിയാം, R plus JXL ആണ്. ഓക്കെ, ഇനി
1 second. ഇനി ചാർജിങ് കറണ്ട് അറ്റ് ദ സെൻഡിങ് എൻഡ് എന്താണ് IC2 ഈസ് ഈക്വൽ ടു ജെ ഒമേഗ. ആ സെൻഡിങ് എൻഡിൽ സ്റ്റാർട്ടിങ്ങിലുള്ള കപ്പാസിറ്റർ അതിനെ കുറിച്ചിട്ട് പറയണം. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് എഴുതി സെൻഡിങ് എൻഡ് കറണ്ട് IS എന്നാണ് എന്താണ് നമ്മൾ പറഞ്ഞു. അവിടുത്തെ IL പോകുന്നുണ്ട്, IC2ൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും. ഇത്രയാണ് നോമിനൽ മെത്തേഡ്, നോമിനൽ പൈ മെത്തേഡ്. അപ്പോൾ നമ്മളിവിടെ എൻഡ് കണ്ടൻസർ മെത്തേഡ് പഠിച്ചു, നോമിനൽ ടി മെത്തേഡ് പഠിച്ചു, നോമിനൽ പൈ മെത്തേഡ് പഠിച്ചു. ഇനി ഇതിൻ്റെ പ്രോബ്ലംസാണ് അടുത്ത സെക്ഷനിൽ ഇടുന്നത്.